Okay. എക്സ്ക്യൂസ് മീ മിസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മിസ്സേ, മോക്ക് ടെസ്റ്റിലെ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യനെ അത് രണ്ട് ഓപ്ഷൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കാലോ. അപ്പം അതെങ്ങനെയാ നമ്മളപ്പം കറക്റ്റ്? തെറ്റാണോ എന്നാണോ പറയുന്നത്? അല്ല, ക്വസ്റ്റ്യൻ കറക്റ്റാ, പക്ഷെ ആൻസർ വരുമ്പോ ഓപ്ഷൻസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ ചെക്ക് ചെയ്യാട്ടോ. ഓക്കെ. Where should a labor room ideally be located? അതാണോ സംശയം? ക്വസ്റ്റ്യനും ഉണ്ട്. അതെ, ചോദ്യത്തിനല്ല കൺഫ്യൂഷൻ മാം, അതിന്റെ ആൻസേഴ്സ് ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത്. രണ്ട് ആൻസേഴ്സും ഒരേ മീനിങ് ആയിട്ടാണ് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യായിരുന്നു, അതില്ല. അതുകൊണ്ടാണ് നമുക്ക് സംശയം വന്നത്. ഓപ്ഷൻസ്: നിയർ ദ ഹോസ്പിറ്റൽ എൻട്രൻസ്, നിയർ ദ ഓപ്പറേറ്റിംഗ് റൂം, നിയർ ദ പോസ്റ്റ്മോർട്ടം യൂണിറ്റ്, അവേ ഫ്രം ഹൈ ട്രാഫിക് ഏരിയ. ഈ നാലാണ് ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പം രണ്ടെണ്ണം കറക്റ്റാ, മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്ക് ഹൈ ട്രാഫിക് ഏരിയ, നിയർ ദ ഹോസ്പിറ്റൽ വരുന്നത് ഹൈ ട്രാഫിക്കിൽ നിന്ന് മാറി നിൽക്കുന്ന മീനിങ്ങിലല്ലേ പറയുന്നത്? അതുകൊണ്ട് അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പം വരുമ്പം പിന്നെയും ചോദിച്ചേക്കുക, ലേബർ റൂം ടു ബി ലൊക്കേറ്റഡ് നിയർ ആൻ ഓപ്പറേറ്റിംഗ്, വൈ ഇമ്പോർട്ടൻസ് ഓഫ് ഫോർ എ ലേബർ റൂം ടു ബി ലൊക്കേറ്റഡ് നിയർ ആൻ ഓപ്പറേറ്റിംഗ് റൂം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ തൊട്ട് താഴെ തന്നെ നിയർ ദ ഓപ്പറേറ്റിംഗ് റൂം എന്നുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നോക്കട്ടെ കൊടുത്താൽ മതിയായിരുന്നല്ലേ? നിയർ ദ പോസ്റ്റ്മോർട്ടം എല്ലാം ഒരേ തന്നെ ആൻസർ അല്ലേ? നിയർ ദ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് ഉണ്ടോ? അതില്ല, അതില്ല. നിയർ ദ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് കൊടുക്കാൻ പറ്റില്ല. ബോത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുത്താലും മതിയായിരുന്നു അല്ലേ? ഓക്കെ, സോറി, എന്റെ മിസ്റ്റേക്ക് ആണേ, ശരിയാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കണേ മാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരാണ് പറഞ്ഞത്? Why is important for a labor room to be located near an operating room? അതില് റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ പ്രൊവൈഡ് ഈസിയർ ആക്സസ് ഉണ്ട്. രണ്ടും ഒരേ മീനിങ് അല്ലേ വരുന്നത്? ചെയ്തായിരുന്നോ നിങ്ങളത്? അതെ, ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് റോങ്, ശരിക്കും ഏതാണ് ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ല. ഒന്ന് ചെയ്യുമ്പോ റോങ് ആണ് വരുന്നത്. ക്രൂഷ്യൽ ടൂൾസുകൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? പറഞ്ഞില്ലേ? യെസ്, നോക്കിയായിരുന്നോ എന്തൊക്കെയാണെന്നുള്ളത്? ബേബിക്ക് ചൂട് നൽകുന്ന ഉപകരണം. ബേബിക്ക് ചൂട് നൽകുന്ന, ചൂടിൽ കിടത്തൂലേ ലൈറ്റ്, ബോഡി ടെമ്പറേച്ചർ. റേഡിയന്റ് വാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി വാർമർ ഡിവൈസ് ആണ്. കുഞ്ഞിന് ചൂട് നൽകുന്ന ഡിവൈസ് ആണ് റേഡിയന്റ് വാർമർ. ഓക്കെ, ഹീറ്റിംഗ് ഡിവൈസ്. സ്റ്റെറിലൈസേഴ്സ്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. ഫോർച്ചൽ ഡോപ്ലർ എന്താണ്? ഫോർച്ചൽ ഡോപ്ലർ ഫെറ്റൽ ഹാർട്ട് ബീറ്റ് ലിസൺ ചെയ്യുന്ന, ഹാർട്ട് ബീറ്റ് ലിസൺ ടു ദ ഫെറ്റൽ, monitor the focal heartbeats. Yes. Then focal tachocardiogram എന്തിനാണ്? റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർട്ട് റേറ്റ് ആൻഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ്. യെസ്, ഗർഭത്തിന്റെ ഹൃദയമെടുത്ത എന്താണ്, ഹൃദയത്തിന്റെ സങ്കോചമൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഫോർച്ചൽ ടോക്കോകാർഡിയോഗ്രാം. Yes, reduce heartbeat and uterine contraction.
ഓക്കെ, ഈ 4 ക്രൂഷ്യൽ ടൂൾസുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ലേബർ ടേബിൾസിൽ പ്രധാനമായും ഉണ്ടായിരിക്കുക. These tools and accessories need to be cleaned, set aside. ഈ ടൂൾസ്, ഈ ആക്സസറീസ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ക്ലീൻ ചെയ്തിരിക്കണം അല്ലേ? ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അത് മാറ്റിവെക്കേണ്ടത്. ആൻഡ് ഡ്രൈഡ് ആഫ്റ്റർ ഈച്ച് യൂസ്. ക്ലീൻ ചെയ്യാൻ മാത്രമാണോ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം പിന്നെ? ഓരോ യൂസ് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രൈ ആക്കി വെക്കേണ്ടതാണ്. ഓരോ യൂസിന് ശേഷം ആ ഉപകരണങ്ങള് ഡ്രൈ ആക്കി വെക്കേണ്ടതാണ്. All labor room equipment must be in good functioning order and be prepared for usage according to staff. ലേബർ റൂമിലെ എക്യുപ്മെന്റ്സുകൾ എങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്? ഗുഡ് ഫങ്ഷനിങ് ആയിരിക്കണം അല്ലെ? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കണം. ദെൻ അത് മാത്രമല്ല, എന്താണ്? ordered and be prepared for usage according to staff. എന്താണ്? ഏത് സമയത്തും അത് സ്റ്റാഫ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് തയ്യാറായിരിക്കണം അല്ലെ? എല്ലാ സ്റ്റാഫ്സിനും അത് ഉപയോഗിക്കുന്ന രീതിയിൽ അത് തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, then measures to maintain safety. Measures to maintain safety. എന്താണ്? ലേബർ റൂമിലെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം മെഷേഴ്സ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെയായിരിക്കാം? Standard safety procedures must be followed by all medical staff. എന്താണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് must be followed by all medical staff. അവിടെ കൃത്യമായിട്ട് പ്രൊസീജിയേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രൊസീജിയേഴ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എന്താണ്? അത് പിന്തുടരേണ്ടതാണ്, അത് ഫോളോ ചെയ്യേണ്ടതാണ്. Periodic in-service and training session in infection control to be held. Periodic in-service and training session. എന്താണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്ത് ചെയ്യണമെന്നാണ്? ട്രെയിനിങ് നൽകണം അല്ലെ? പരിശീലനം നൽകണം. ഇൻ സർവീസസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ നേരിട്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകിയിരിക്കണം. കൃത്യമായിട്ടുള്ള ട്രെയിനിങ് സെഷൻസുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതാണ്. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അണുബാധ തടയുന്നതിനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും അവർക്ക് സ്റ്റാഫുകൾക്ക് നിർബന്ധമായും പീരിയോഡിക്കായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? The clothing worn should be sanitary and clean. ഏത് തരത്തിലുള്ള ക്ലോത്തിങ് ആണ് വെയർ ചെയ്യേണ്ടത്? ക്ലോത്ത്സ് ആണ് വെയർ ചെയ്യേണ്ടത്? ഏത് തരത്തിലുള്ള ക്ലോത്ത്സ് ആണ്? സാനിറ്ററി ക്ലോത്ത്സ് അല്ലെ? സാനിറ്ററി ആൻഡ് ക്ലീൻ ക്ലോത്ത്സ് അല്ലെ? വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സുകളായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. Okay, sanitary and clean dresses, things. Then PPE has to be accessible. എന്താണ്? Personal protective equipments അല്ലെ? PPE എന്താണ്? Personal protective equipment has to be accessible. അല്ലെ? അവിടെ അവർ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്തതിനായിട്ട് PPE വെയർ ചെയ്തിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ വെയർ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് അത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? വെയർ ചെയ്യുന്ന എന്തൊക്കെയാണ്? സ്ക്രബ്സുകള്, ഗൗൺസ്, മാസ്ക്, ഐ ഷീൽഡ്സ്, ഗ്ലൗസ്, ദെൻ ഷൂസ്. ഓക്കെ, അത് നിർബന്ധമായിട്ടും എന്താണ്? വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then infection patient, training for employees on general and particular practices. എന്താണ്? ട്രെയിനിങ് ഫോർ
employees on general and particular practices. എന്താണ് ജീവനക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ അവിടെ നൽകിയിരിക്കണം. പർട്ടിക്കുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകിയിരിക്കണം. അല്ലെ, പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ജീവനക്കാർക്ക് നൽകിയിരിക്കണം. ഓക്കെ. Infection patients should be admitted in accordance with the hospital protocols. എന്താണ്? Infection patients should be admitted in accordance with the hospital protocols. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഏത് രീതിയിലായിരിക്കണം അഡ്മിറ്റ് ചെയ്യേണ്ടത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഏത് രീതിയിലായിരിക്കണം അഡ്മിറ്റ് ചെയ്യേണ്ടത്? അണുബാധയുള്ള രോഗികളെ ആശുപത്രിക്ക് അനുയോജിതമായിട്ട്, അല്ലെ, ആശുപത്രിയുടെ ആ ഒരു പ്രോട്ടോകോൾസുകൾ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കണം അവരെ പ്രവേശിപ്പിക്കേണ്ടത്. ഓക്കെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, യെസ്, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കേണ്ടത്. എടോ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലേബർ റൂം ആണ് ചാപ്റ്റർ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. 83, പേജ് നമ്പർ 83. Module 2. Okay. Then instruments and other supplies are cleaned, sterilized and processed. ഇൻസ്ട്രുമെന്റ്സുകൾ ഏത് രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്? Instruments and other supplies are cleaned and sterilized and processed. ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. Patients should be provided with sterile drops. Patients should be provided with the sterile drops. പേഷ്യൻസിന് എങ്ങനെയുള്ള സ്റ്റെറൈൽ ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്? ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോത്ത് ആണ് കേട്ടോ. സ്റ്റെറൈൽ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സിന്, ക്ലോത്തിന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഏത് പോയിന്റ് ആണ് വിട്ടത്? ഓൾ ഫിറ്റിംഗ് ക്ലോത്ത് ടൂൾസ് ആണോ? ഓക്കെ. All fitting cloth tools and waste need to be treated as contaminated and handled carefully. ഇതല്ലേ ഈ പോയിന്റ് അല്ലേ? All fitting clothing tools and waste need to be treated as contaminated and handled carefully. എന്താണ് ഈ ക്ലോത്തിങ് ടൂൾസുകളൊക്കെ എല്ലാവരും ഈ പിപിയൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ അതൊരിക്കലും കണ്ടാമിനേറ്റഡ് ആവാത്തത്, മലിനമാവാതെ കെയർഫുൾ ആയിട്ട് വേണം അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. ഓക്കെ. എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. Then ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അത് പറഞ്ഞു അല്ലെ. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ ഡ്രോപ്സ്. പേഷ്യൻസിന് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ കൊടുക്കേണ്ടത്? രോഗിക്ക് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം ഉപയോഗിക്കാനായിട്ട് കൊടുക്കേണ്ടത്. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ ഡ്രോപ്സ്. സ്റ്റെറൈൽ ഡ്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അണുവിമുക്തമായ വസ്ത്രങ്ങൾ, ക്ലോത്ത്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പേഷ്യൻസ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവർക്ക് ഇടാനായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കാറില്ലേ? ഓക്കെ. അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്? സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രോപ്സുകളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. An evaluation of an employee's health is crucial. An evaluation of an employee's health is crucial എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ ജീവനക്കാരന്റെ ജീവൻ വിലയിരുത്താന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണെന്നാണ് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ആൾക്ക് കിട്ടിയത് എന്താണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും. പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും. പക്ഷെ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പിടിപെടും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു എംപ്ലോയിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ.
ഓക്കെ, നമ്മൾ മാക്സിമം പ്രിക്കോഷൻസ് എടുക്കും, പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യുമെങ്കിലും നമുക്ക് എന്താണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുന്നത് നിർണായകമാണെന്ന് പറയുന്നു. ഓക്കെ, എന്തൊക്കെയാണ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റിയിൽ വരുന്നത്? Standard safety procedures must be followed by all medical staff. എല്ലാ മെഡിക്കൽ സ്റ്റാഫും എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യണം. പീരിയോഡിക് ഇൻ സർവീസ് ട്രെയിനിങ് സെഷൻസ് ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ട്, അണുബാധ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റാഫുകൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ നൽകേണ്ടതാണ്. തേർഡ് പോയിന്റ് എന്താണ്? The clothing worn should be sanitary and clean. അല്ലെ, ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകൾ എങ്ങനെയായിരിക്കണം? വളരെയധികം ക്ലീൻ ആയിരിക്കുന്നതാണ്, സാനിറ്ററി ആൻഡ് ക്ലീൻ ആയിരിക്കണം. Then PP has to be accessible. Personal protective wearsകൾ accessible ആയിട്ട് ഉപയോഗിക്കുക. Then the training for employees or general and particular practices. എന്താണ്? അവിടെയുള്ള എംപ്ലോയീസിന് പ്രത്യേക രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകേണ്ടതാണ്, പ്രത്യേക രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുക. എന്തിനു വേണ്ടിയിട്ട്? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Then PPE എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ കേട്ടോ. Infection patients should be admitted in accordance with the hospital protocols. എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം അവരെ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്. ഓക്കെ, പിന്നെ എന്താണ്? ഓൾ ഫിറ്റിംഗ് ലോഡ്സ് ടൂൾസ് ആൻഡ് വേസ്റ്റ് നീഡഡ് ടു ബി ട്രീറ്റഡ് ആസ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഹാൻഡിൽഡ് കെയർഫുള്ളി. ടൂൾസുകളൊക്കെ എന്താണ്? അത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതിന് കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ശ്രദ്ധാപൂർവമായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, instruments and other supplies are cleaned, sterilized and processed. അറിയാലോ, എല്ലാ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. പേഷ്യൻസിന് സ്റ്റെറൈൽ ആയിട്ടുള്ള റോബ്സിൽ അവർക്ക് വിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. An evaluation of an employee health is crucial. ജീവനക്കാരന്റെ ആരോഗ്യം വിലയിരുത്തുക എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം നിർണായകമാണ്. ഞാൻ പറയുന്ന പോയിന്റുകളൊന്ന് ടിക്ക് ചെയ്തതാട്ടോ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഈ 9 പോയിന്റ്സ് മതി. ഈ പോയിന്റ് പഠിക്കണ്ട, ഈ 9 പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യാം കേട്ടോ. ഈ 9 പോയിന്റ്സ് നോട്ട് ചെയ്യാം. ലാസ്റ്റത്തെ പോയിന്റ് ഒഴിച്ച് ബാക്കി 9 പോയിന്റ്സ് നോട്ട് ചെയ്യാം. എന്താണ് ഫോർച്വൽ ഡോപ്ലർ എന്ന് ചോദിക്കുന്നത്? എന്താണെന്നാണോ ചോദിക്കുന്നത്? ഫോർച്വൽ ഡോപ്ലർ ഒരു ഡിവൈസ് ആണ് നമ്മളെ നമ്മുടെ ഹൃദയമിടിപ്പ് കണ്ടെത്തുന്നതിന്, കുട്ടിയുടെ ഹൃദയമിടിപ്പ് നോക്കുന്നതിനുള്ള ഡിവൈസ് ആണ്, ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഫോർച്വൽ ഡോപ്ലർ. ഓക്കെ, മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി ക്ലിയർ ആണോ നിങ്ങൾക്ക്?
Okay. Okay, next standard precautions in labor room. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. വായിച്ചു നോക്കിയേ. Hand washing, wear protective clothing, proper disposal of biomedical waste. Proper disposal of biomedical waste. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്സുകൾ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം അതൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ല ഓരോ വേസ്റ്റസും കളയാനായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ബാഗുകൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കണം എന്ത് ലേബിൾഡ് ബാഗ്സിൽ മാത്രമായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് ബയോമെഡിക്കൽ വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? സിറിഞ്ച്, നീഡിൽസ്, സിസേഴ്സ്, മൂർച്ചയുള്ള വസ്തുക്കൾ അല്ലെ, കൂർത്ത വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എവിടെയായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? പഞ്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലായിരിക്കും കേട്ടോ. പഞ്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് എന്ത് ഡിസ്പോസ് ചെയ്യുന്നത്? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അത് പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. കയ്യോ കാലോ ഒന്നും മുറിയാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം അത്തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റസ് എന്ന് പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെയാണ് എന്ത് ബയോമെഡിക്കൽ വേസ്റ്റസിൽ വരുന്നത് അല്ലെ. ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, മൂർച്ചയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. Then sterilization and disinfecting of the items used. Sterilization and disinfecting of the items used. എന്താണ്? ഉപയോഗിച്ച വസ്തുക്കൾ എങ്ങനെയായിരിക്കണം? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം, ഡിസിൻഫെക്ട് ചെയ്തിരിക്കണം. ഐറ്റംസ് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്ത് അത് ഡിസിൻഫെക്ട് അനുമുക്തമാക്കിയതിനു ശേഷം മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പ്രോസസ്സിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. പ്രോസസ്സിംഗ് ഓഫ് used equipment. എന്താണ് പറയുന്നത്? പ്രോസസ്സിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. പ്രോസസ്സിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. ഉപയോഗിച്ച ശേഷം ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ആ ഒരു ഉപയോഗം അല്ലെ. യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലായിരിക്കും അത് പ്രോസസ് ചെയ്യേണ്ടത്. Then sustaining a clean and aseptic environment. Sustaining and clean a aseptic environment. എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നിലനിർത്താൻ പറയുന്നത്? ക്ലീൻ ആൻഡ് അസെപ്റ്റിക്. അസെപ്റ്റിക് എന്നുള്ള വാക്ക് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചപ്പോൾ പഠിച്ചല്ലേ. എന്താണ് അസെപ്റ്റിക് എന്ന് പറഞ്ഞാല്? സ്റ്റെറൈലായിട്ട് അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ലേബർ റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്തരീക്ഷമായിരിക്കണം അവിടെ ഉണ്ടാക്കേണ്ടത്. ഓക്കെ. എന്തൊക്കെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ അറിഞ്ഞിരിക്കേണ്ടത്? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് പറഞ്ഞേ? ഹാൻഡ് വാഷിംഗ്,
wear protective cloth, proper disposal of biomedical waste, proper handling of sharp objects, sterilization and disinfecting of the items used, then the processing of used equipments, sustaining a clean and aseptic environment. എന്താണ് അണുവിമുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. ഓക്കെ, ക്ലിയർ ആണോ അത്? അടുത്ത ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഒന്ന് വായിച്ചു നോക്കി. Cleaning and disinfecting. Okay, പറയട്ടെ. Some of the general rules for cleaning. അല്ലെ, അവിടെ ആ ലേബർ റൂമിന്റെ പരിസരങ്ങള് അണുവിമുക്തമാക്കുന്നതിന് കുറച്ച് റൂൾസുകൾ പറയുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള. ഇതെന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ്? Any equipment brought into the labor room from outside must be wiped and cleaned. Any equipment brought into the labor room from outside must be wiped and cleaned. എന്താണ്? പുറത്തു നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും എന്ത് ചെയ്യണം? തുടച്ചു മാറ്റിയിരിക്കണം, അല്ലെ, ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റ്സും എന്താണ്? വൈപ്പ് ചെയ്തിരിക്കണം, ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, have adequate cleaning sequences. എന്താണ്? have adequate cleaning sequences എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? adequate cleaning sequences എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നതിനൊരു മതിയായ ക്രമീകരണം ഉണ്ടായിരിക്കണം, അല്ലെ. adequate ആയിട്ട് എന്താണ്? ആ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ. ഒരു പ്രാവശ്യമല്ല, adequate ആയിട്ട് അതിങ്ങനെ മതിയായ രീതിയിൽ ശുചീകരണം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, have adequate cleaning sequence. Then damaged equipment should be repaired or replaced. Damaged equipment should be repaired or replaced. Damaged ആയിട്ടുള്ള equipmentsൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യണം, അല്ലെ. നന്നാക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റുകയോ ചെയ്യണം. ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഒന്നില്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഐറ്റം സ്റ്റെയിൻഡ് വിത്ത്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് തിരുത്തണേ. ഐറ്റം സോയിൽഡ് എന്നാണ് കേട്ടോ, സ്റ്റെയിൻ അല്ല, സോയിൽഡ് എന്നാണ്. SOILED, സോയിൽഡ്. ഐറ്റം സോയിൽഡ് എന്നാക്കണേ. ഐറ്റം സോയിൽഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി, ഫൈൻഡ് അല്ല, ഫ്ലൂയിഡ്സ് എന്നാക്കണം കേട്ടോ. ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ് എന്നാക്കണേ. body fluids should be cleaned immediately എന്നാക്കണം കേട്ടോ. should be cleaned, CLEANED, cleaned immediately. should be cleaned immediately. ഒന്നുകൂടി വായിക്കാം. Item soiled, SOILED, item soiled with blood or body fluids.
fluids, FLUIDS, fluids should be cleaned immediately. Cleaned immediately. എന്താണ് ഏതെങ്കിലും ഉപകരണങ്ങളില് എന്താണ് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയി കഴിഞ്ഞാൽ എന്താണ് അത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അത് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ് എന്തെങ്കിലും സോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ മലിനമായ വസ്തുക്കളല്ലോ, മലിനമായിട്ടുള്ള എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അത് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, തിരുത്തിയോ നിങ്ങളത്? ഓക്കെ, യെസ്. ദെൻ അടുത്ത പോയിന്റ് നോക്കിയേ. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. എന്താണ് മോപ്പിംഗ് ടെക്നിക്സ്? ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. മോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മോപ്പിംഗ് ക്ലീൻ ചെയ്യാൻ അല്ലെ, ക്ലീൻ ചെയ്യുന്നതിനുള്ള വെറൈറ്റി ടെക്നിക്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഫ്ലോറും അതുപോലെ തന്നെ എന്താണ് മറ്റ് ഏരിയാസിൽ ക്ലീൻ ചെയ്യുന്നതിനുള്ള പല ടെക്നിക്സുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അപ്രൂവ് ചെയ്യുക. Always use approved mopping techniques. അപ്രൂവ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കണം എന്ത് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്, ഡിസിൻഫെക്റ്റിംഗ് ചെയ്യേണ്ടത്. Then examine areas for seepage or any other issues and report instantly. Examine area for seepage. എന്താണ് seepage or any other issues? Seepage എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഏതെങ്കിലും ഏരിയാസിൽ ചോർച്ച ഉണ്ടാവില്ലേ, ലീക്കേജസ് കേട്ടോ, ലീക്കേജസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. എല്ലാ ഏരിയാസും എക്സാമിൻ ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മാത്രമല്ല എന്താണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, then clean the labor table after every delivery. Clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ടേബിൾ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓരോ ഡെലിവറിക്ക് ശേഷം ലേബർ ടേബിൾ വൃത്തിയാക്കുക. ഓക്കെ, ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. Then standard procedure for disinfection and sterilization required to be followed. എന്താണ് standard procedures for disinfection and sterilization required to be followed എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുന്ന എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും അല്ലെ എന്താണ് അത് ഫോളോ ചെയ്യേണ്ടതാണ്. ഡിസിൻഫെക്ഷൻ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസുകളും എന്താണ് അത് പാലിക്കേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സം ഓഫ് ജനറൽ റൂൾസ് എന്തൊക്കെയാണ്? ക്ലീനിങ്ങിന്റെ ജനറൽ റൂൾസ് എന്തൊക്കെയാണ്? Any equipment brought into the labor groups from outside must be wiped and cleaned. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും തന്നെ എന്താണ് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. Have adequate cleaning sequences. എന്താണ് മതിയായിട്ട് ശുചീകരണത്തിന് മതിയായിട്ടൊരു ക്രമീകരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ അത് ആ ലേബർ റൂം ക്ലീൻ ചെയ്തിരിക്കണം. Damaged equipment should be repaired or replaced. എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുക. Then items ഏതെങ്കിലും തരത്തിലുള്ള സോയിൽ ഐറ്റംസിലെ ബ്ലഡ് ഫ്ലൂയിഡ്സോ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ക്ലീൻ ചെയ്യേണ്ടതാണ്. Then always use approved mopping techniques. ക്ലീനിങ്ങിന് മതിയായിട്ടുള്ള അപ്രൂവ് ചെയ്തിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യുക. Then
ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജസ്, ഏതെങ്കിലും ഏരിയാസിലെ ലീക്കേജസുകൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എക്സാമിൻ ഏരിയാസ് ഫോർ seepage or any other issues and report instantly. Then clean the labor table after the delivery. ഒരു ഡെലിവറിക്ക് ശേഷം ഡെലിവറി ടേബിൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. Then standard procedures for disinfection and sterilization required to be followed. എന്താണ് തന്നിരിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും അണുവിമുക്തമാക്കുന്നതിനുള്ള എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സ്? Okay. The labor room and connective passages should be cleaned at least twice a day. എന്താണ് പറയുന്നത്? ലേബർ റൂമിന്റെ പാസേജസ് എപ്പോഴാണ് ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്? ക്ലീൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും എന്താണ് ആ ലേബർ റൂമായിട്ട് കണക്ട് ചെയ്യുന്ന പാസേജസുകൾ അല്ലെ, ആ ട്വൈസ് എ ഡേ 2 പ്രാവശ്യമെങ്കിലും എന്താണ് അത് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, then soiled areas and cleaning of spillage should be done at the earliest time possible. എന്താണ് soiled areas cleaning of spillage should be done earliest time possible. എന്താണ് മലിനമായിട്ടുള്ള ഏരിയാസുകൾ എപ്പോഴാണ് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്? സോയിൽഡ് ഏരിയാസുകള്, മലിനമായിട്ടുള്ള ഏരിയാസുകള്, വേസ്റ്റ് ഏരിയാസുകള് should be done at the earliest time possible. എന്താണ് പറയുന്നത്? മലിനമായിട്ടുള്ള ഏരിയാസുകള് എത്രയും പെട്ടെന്ന് തന്നെ, വേസ്റ്റ് ഏരിയാസുകൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിരിക്കണം. Detailed wash down of the labor room must be done at least twice a month. എന്താണ് ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ അല്ലെ? അത് ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഫുള്ളി കവറേജ് ഉള്ള രീതിയിൽ തന്നെ എന്താണ് വാഷ് ചെയ്തിരിക്കണം. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും അത് വാഷ് ചെയ്തിരിക്കണം ക്ലീൻ ആയിട്ട്. അതായത് ഫുൾ എല്ലാ ഏരിയാസും ക്ലീൻ ചെയ്യണം. അല്ലാതെ ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും എന്താണ് നല്ല രീതിയിൽ അത് വാഷ് ഡൗൺ, ഡീറ്റെയിൽഡ് ആയിട്ട് അത് വാഷ് ഡൗൺ ചെയ്തിരിക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സെക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ദ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ഓക്കെ, അടുത്തത് പറയട്ടെ, അടുത്തതും കൂടി പറഞ്ഞോട്ടെ. യെസ്, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, infection control refers to the policies and procedures used to reduce the risk caused owing to the infection spread. എന്തിനാണ് ഈ പോളിസീസ് ഒക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻഫെക്ഷൻ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. യാതൊരു വിധത്തിൽ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ലാത്ത ഒരു ഏരിയയാണ് എന്ത് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പോ അതിനായിട്ടുള്ള റിസ്ക് കൂടുതൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യലി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, സ്പെഷ്യലി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. Then special attention and standard practice should be followed for cleaning the labor room.
ലേബർ റൂം ക്ലീൻ ചെയ്യുന്നതിന് എങ്ങനെയുള്ള പ്രാക്ടീസസ് ആയിരിക്കണം? സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആയിരിക്കണം അല്ലെ? നല്ല രീതിയിലുള്ള പരിശീലനങ്ങളായിരിക്കണം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ. സ്പെഷ്യലായിട്ട് അറ്റൻഷൻ കിട്ടേണ്ട ഒരു ഏരിയ ആണ് അല്ലെ? സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽ ക്ലീനിങ് നടത്തേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെന്താണ് നല്ല രീതിയിലുള്ള പ്രാക്ടീസസ് ആയിരിക്കണം അവിടുത്തെ സ്റ്റാഫ്സുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. Poor infection control practices in labor and delivery rooms lays the patients. നിങ്ങളുടെ ലേസും തന്നെയാണോ കിടക്കുന്നത്? ഡെലിവറി റൂം ലേസ് എന്നാണോ കിടക്കുന്നത്? Delivery room lays the patients, infants as well as the healthcare staffs. Okay. Room lays എന്ന് പറഞ്ഞാല് poor infection control practices in labor and delivery room lays. Lays എന്ന് വെച്ചാൽ ലേഔട്ടുകൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ആ ഏരിയാസിന്റെ ആയിരിക്കും പറയുന്നത് കേട്ടോ. എന്താണ് poor ആയിട്ടുള്ള മോശമായ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ക്ലീനിങ് സെഷൻ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? പേഷ്യൻസിനും അതുപോലെ തന്നെ ഇൻഫാൻസിനും അല്ലെ, നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനുമായിരിക്കും ആ ഒരു റിസ്ക് അല്ലെ, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നത് അല്ലെ. പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കൊടുക്കുന്നത് അല്ലെ. നല്ല രീതിയിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം നമ്മൾ അവിടെ പ്രയോഗിക്കുന്നെങ്കിൽ എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും അല്ലെ. അത് ഏറ്റവും കൂടുതൽ ലേബർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഇൻഫാൻസിനും പിന്നെ ആർക്കൊക്കെയാണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കുമായിരിക്കും അതിന്റെ റിസ്ക് അത് അനുഭവിക്കേണ്ടി വരിക. ഓക്കെ. അപ്പൊ പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യണമെങ്കിൽ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്? Staff collecting waste should wear utility gloves and closed shoes. സ്റ്റാഫുകൾ എങ്ങനെയുള്ള ഡ്രസ്സാണ് വെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത്? സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് അല്ലെ. നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൗസസും ഷൂസും ആയിരിക്കണം അവര് വെയർ ചെയ്യേണ്ടത്. ഓക്കെ. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, പ്രോപ്പറായിട്ട് വേസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഇൻഫെക്ഷൻസ് പകരാതിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഗ്ലൗസും ഷൂസും മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം എന്ത് വേസ്റ്റ്സ് എടുക്കാനായിട്ട്. Then waste to be gathered in a leak-proof containers. എന്താണ് വേസ്റ്റ് ടു ബി ഗാതേർഡ് ഇൻ എ leak-proof containers? വേസ്റ്റ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലീക്സുകൾ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ലീക്കേജസ് ഉണ്ടാകാനായിട്ട് കണ്ടെയ്നേഴ്സിൽ ലീക്കേജസ് ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ. Then waste should be clear for disposal when 3-4 inch full. എപ്പോഴാണ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ടൈം? ഏകദേശം 3-4 ഇഞ്ച് അത് ഫുള്ളായി ആ കണ്ടെയ്നേഴ്സ് ഫുള്ളായി നിറയുമ്പോൾ തന്നെ എന്താണ് അത് ഉടനടി തന്നെ അത് ക്ലിയർ ചെയ്ത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ് അല്ലെ. ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ കണ്ടിട്ടില്ലേ വേസ്റ്റസിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത്, പുറത്തേക്കായിട്ട് താഴേക്ക് വീട് കിടക്കുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല അല്ലെ. അതുണ്ടെങ്കിൽ എന്താണ് അവിടെ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊരു 3-4 ആ കണ്ടെയ്നർ വേസ്റ്റ് പ്രോപ്പറായിട്ട് കളയാനുള്ള കണ്ടെയ്നർ ഉണ്ടായി, ആ കണ്ടെയ്നർ പ്രോപ്പറായിട്ട് നിറഞ്ഞ് ആ 3-4 ഇഞ്ച് ഫുള്ളായി കഴിഞ്ഞ സമയത്ത് എന്താണ് അതോടനടി ക്ലിയർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ. Then waste should be separated into infectious and non-infectious waste. വേസ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യണമെന്ന്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? infectious and non-infectious wastes. എന്താ ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഏതെല്ലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ്സിൽ ഏതൊക്കെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു കണ്ടെയ്നേഴ്സിൽ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ വേസ്റ്റ്സുകൾ ഏതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ മാത്രമായിരിക്കണം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതിൽ മാത്രമായിരിക്കണം എന്താ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. Then disinfect with bleaching mixture
disinfect with bleaching mixture followed by washing and autoclave. എന്താണ് ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് എന്താണ് ഓട്ടോക്ലേവ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്തിരിക്കണം. ഓക്കെ, then biomedical waste management standard procedure must be followed. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്യണം. അല്ലെ, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, മറ്റു ഫ്ലൂയിഡ്സുകളൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് നിയമാവലികൾ ഉണ്ടായിരിക്കും, പ്രോട്ടോകോൾസുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രമേ അത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, തോന്നി പോകുന്നതൊന്നും വലിച്ചെറിയാനോ അവിടെ ഇവിടെ ഇടാനൊന്നും സാധിക്കില്ല. അത് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ ബാഗിൽ, മലിനമായിട്ടുള്ള വസ്തുക്കൾ കളയുന്ന ആ ബാഗിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്തൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പറഞ്ഞേ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? കേൾക്കുന്നില്ല നിങ്ങള്? ഫാത്തിമ പറഞ്ഞേ. ഫാത്തിമയുടെ ഫാത്തിമയുടെ ഷോർട്ടാണോ? പറഞ്ഞോളൂ, മൈക്രോഫോൺ ഓൺ ആണ്. പറഞ്ഞോ. Staff should use gloves. ഓരോ പോയിന്റ് പറഞ്ഞാൽ മതി. സ്റ്റാഫ് ഷൂസും ഗ്ലൗസും യൂസ് ചെയ്യണം. പിന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേ. പ്രൂഫ് ലീക്കേജ് കണ്ടെയ്നേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേസ്റ്റ് ബോക്സ് ഏകദേശം 3-4 ഭാഗമാകുന്നതിന് അത് എടുത്ത് കളയണം. പിന്നെ ഇൻഫെക്ഷ്യസ് വേസ്റ്റും നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. പിന്നെ എന്തുപയോഗിച്ചിട്ടാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട്. ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് അത് ഡിസിൻഫെക്ട് ചെയ്യുക. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഇവിടെ ക്ലിയർ ആണോ? ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, അടുത്ത ഫ്രൈഡേ ടീച്ചർ ഉണ്ടാവില്ല. നെക്സ്റ്റ് സൺഡേ എന്റെ മാരേജ് ആണ്. ഡിസംബർ 15th. അപ്പൊ ഫ്രൈഡേ ടീച്ചർ ആയിരിക്കില്ല, അപർണ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ടീച്ചർ ലീവ് ആയിരിക്കും 2 ദിവസം. ഓക്കെ, ഓക്കെ.